ഈ ആഴത്തിലുള്ള വിവരശേഖരണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ സമയത്തിന് വില നൽകിക്കൊണ്ട് വളരെ രസകരമായൊരു വിഷയമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമ്മൾ ഈ ഊണ് കഴിഞ്ഞ് ഉടനെ കുടിക്കുന്ന ആ ചൂടുചായ നിങ്ങളുടെ വയറ്റിൽ നിന്ന് പോഷകങ്ങൾ മോഷ്ടിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും അതൊരു വലിയ കാര്യമാണ്. സാധാരണയായി ഈ വിളർച്ചയോ ഹീമോഗ്ലോബിൻ കുറവോ വരുമ്പോൾ നമ്മൾ ആദ്യം ഓടുന്നത് വില കൂടിയ സപ്ലിമെന്റുകൾ വാങ്ങാനാണല്ലേ? അതെ അതെ, നമ്മൾ പെട്ടെന്ന് മെഡിക്കൽ ഷോപ്പിലോട്ടാണ് പോവുക. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡോക്ടർ അഖിൽ വർഗീസിന്റെ കേരള അയേൺ റിച്ച് ഡയറ്ററി പ്രോട്ടോകോൾ എന്ന ആ ഒരു ക്ലിനിക്കൽ കുറിപ്പുകളാണ്. അതായത് നമ്മുടെ സ്വന്തം നാടൻ ഭക്ഷണത്തിലൂടെ എങ്ങനെ ഇരുമ്പിന്റെ അംശം അതിവേഗം ശരീരത്തിൽ വർദ്ധിപ്പിക്കാമെന്നതാണ് ഈ കുറിപ്പുകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. തീർച്ചയായും ഈ പ്രോട്ടോകോളിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തൊക്കെ കഴിക്കണം എന്നതിനേക്കാൾ ശരീരത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലാണ്. നമ്മൾ പ്രധാനമായും 2 തരം ഇരുമ്പിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്: ഹീം അയോണും പിന്നെ നോൺ ഹീം അയോണും. ഈ ഹീം അയൺ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ, ലിവർ, മത്തി, നെത്തോലി, മുട്ട എന്നിവയിലുള്ളതാണ് അല്ലേ? അത് ശരീരം വളരെ വേഗത്തിൽ വലിച്ചെടുക്കും. കറക്റ്റ്. വളരെ പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യും. എന്നാൽ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന, അതായത് മുരിങ്ങയില, റാഗി, ബീട്രൂട്ട് എന്നിവയിലെ ആ ഒരു നോൺ ഹീം അയൺ വലിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. അവിടെയാണ് വിറ്റമിൻ സിയുടെ റോൾ വരുന്നത്. അപ്പോ ഈ നോൺ ഹീം അയൺ ഒരു പൂട്ടിയ വാതിലാണെങ്കിൽ അത് തുറക്കാനുള്ള താക്കോലാണോ വിറ്റമിൻ സി? ഇതിനു പിന്നിലെ യഥാർത്ഥ ശാസ്ത്രമെന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. സസ്യങ്ങളിൽ ഫൈറ്റേറ്റുകൾ എന്നൊരു ഘടകമുണ്ട്. ഇവ ഇരുമ്പിനെ വരിഞ്ഞു മുറുക്കി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് തടയുന്ന ഒരു തരം ആന്റി ന്യൂട്രിയന്റുകളാണ്. ഒവ്വോ, അപ്പോൾ ഇത് ഇരുമ്പിനെ ബ്ലോക്ക് ചെയ്യും അല്ലേ? അതെ. ഇവിടെയാണ് നാരങ്ങയിലെയോ നെല്ലിക്കയിലെയോ പപ്പായയിലെയോ വിറ്റമിൻ സി ഒരു ബോഡി ഗാർഡായി പ്രവർത്തിക്കുന്നത്. വിറ്റമിൻ സി ഈ ഇരുമ്പുമായി ആദ്യം പോയി ചേരുകയും ഫൈറ്റേറ്റുകളുടെ പിടിയിൽ നിന്നവയെ രക്ഷപ്പെടുത്തി നമ്മുടെ കുടലിനെ എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ പാകത്തിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ദിവസവും കഴിക്കുന്ന ഇഡ്ലി, അപ്പം പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങളുടെ കാര്യമോ? അതിൽ നിന്നുള്ള ഫോളിക് ആസിഡും രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുമെന്ന് ഡോക്ടർ അഖിൽ വർഗീസ് പറയുന്നുണ്ടല്ലോ. ഈ പോഷകങ്ങളെയെല്ലാം ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? വളരെ ലളിതമായൊരു മാതൃകാ ഭക്ഷണക്രമം അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. രാവിലെ ഇളം ചൂടുള്ള നാരങ്ങാവെള്ളവും കുതിർത്ത ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും. നല്ലൊരു തുടക്കം. അതെ. ഒപ്പം പ്രഭാത ഭക്ഷണമായി രാഗി പുട്ട്, അല്ലെങ്കിൽ ഇരുമ്പും കാൽഷ്യവും നിറഞ്ഞ ശർക്കര ചേർത്ത അവൽ നനച്ചത്. ഉച്ചയ്ക്ക് വെളുത്ത അരിക്കു പകരം പോഷകങ്ങളുള്ള മട്ടാരി. പിന്നെ ഏറ്റവും മികച്ച ഇരുമ്പിന്റെ ഉറവിടമായ മുരിങ്ങയില തോരൻ, ഒപ്പം മത്തിക്കറിയോ വൻപയറോ. ഒരു മിനിറ്റ്, ഈ മുരിങ്ങയില തോരന് മുകളിൽ അല്പം നാരങ്ങാനീര് പിഴിയാൻ ആ കുറിപ്പുകളിൽ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിറ്റമിൻ സി ബോഡിഗാർഡ് പരിപാടി തന്നെയാണോ ഇവിടെയും സംഭവിക്കുന്നത്? അതെ അതെ. പച്ചക്കറികളിലെ ഇരുമ്പ് വേഗത്തിൽ വലിച്ചെടുക്കാനുള്ള ഒരു കെമിക്കൽ ഹാക്കാണിത്. നാരങ്ങയിലെ ആസിഡ് ഇരുമ്പിന്റെ ആഗിരണം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. വാവ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും രസകരമാണ്. പക്ഷേ ഇതിൽ തോരനും മെഴുക്കുപുരട്ടിയുമൊക്കെ ഇരുമ്പുചട്ടിയിൽ പാചകം ചെയ്യണമെന്ന് പറയുന്നില്ലേ? അതൊക്കെ വെറും ഒരു പഴയകാല അന്ധവിശ്വാസമല്ലേ? അല്ലല്ല, അതൊട്ടും അന്ധവിശ്വാസമല്ല, പക്കാ സയൻസാണ്. വെറുമൊരു പാത്രത്തിൽ നിന്ന് എങ്ങനെയാണ് ഭക്ഷണത്തിലേക്ക് ഇരുമ്പ് കിട്ടുന്നത്? അതെനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ കറിവെക്കുമ്പോൾ ഉപയോഗിക്കുന്ന പുളിയോ തക്കാളിയോ പോലെയുള്ള അസിഡിക്കായ ചേരുവകൾ ആ ഇരുമ്പുചട്ടിയിൽ പ്രവർത്തിക്കുകയും ഇരുമ്പിന്റെ മോളിക്യൂളുകളെ അക്ഷരാർത്ഥത്തിൽ ഭക്ഷണത്തിലേക്ക് അലിയിപ്പിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. വാവ്! അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ആ ചായയുടെ കാര്യം, ഊണിനു ശേഷം ഒരു ചായ കുടിക്കുന്നത് നമ്മളെ മലയാളികളുടെ ഒരു വികാരമല്ലേ? അതൊരു വില്ലനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കും? അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ ചായയിലും കാപ്പിയിലുമുള്ള ടാനിൻ എന്ന ഘടകം വയറ്റിലെത്തുമ്പോൾ ഇരുമ്പുമായി ചേർന്ന് വലിയ കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചതൊക്കെ വെറുതെ ആവുമോ? തീർച്ചയായും. നമ്മുടെ കുടലിന് ഈ വലിയ കോംപ്ലക്സുകളെ വലിച്ചെടുക്കാൻ കഴിയില്ല. ഫലത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടു കഴിച്ച ഇരുമ്പ് മുഴുവൻ വെറുതെ ശരീരത്തിൽ നിന്ന് പുറത്തുപോകുകയാണ്. അയ്യോ, അതൊരു വലിയ നഷ്ടം തന്നെയാണല്ലോ. അതെ. അതുകൊണ്ട് കാൽഷ്യം സപ്ലിമെന്റുകൾ ഇരുമ്പിനൊപ്പം കഴിക്കുന്നതും ഇതേപോലെ ആഗിരണത്തെ തടസ്സപ്പെടുത്തും. അതായത് ആ പോഷകങ്ങൾ പൂർണ്ണമായി ശരീരത്തിലെത്തണമെങ്കിൽ ഭക്ഷണത്തിന് മുൻപും പിൻപും 1 മണിക്കൂറെങ്കിലും ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കൃത്യമായി.
എന്ത് കഴിക്കുന്നു എന്നതിനൊപ്പം അത് എങ്ങനെ എന്തിനോടൊപ്പം കഴിക്കുന്നു എന്നതാണ് പ്രധാനം. കേരളീയ ഭക്ഷണക്രമം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനുള്ള മികച്ചൊരു മാർഗമാണ്. അതെ, നിങ്ങൾ ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇരുമ്പ് ചട്ടിയിലെ പാചകവും അവലും ശർക്കരയും ചേർത്തുള്ള കോമ്പിനേഷനുമൊക്കെ ആധുനിക ശാസ്ത്രം ഇന്ന് വലിയ കണ്ടുപിടുത്തമായി ശരിവയ്ക്കുമ്പോൾ നമ്മുടെ പൂർവികരുടെ പാചകപ്പുരകളിൽ ഇതുപോലെയുള്ള എത്രയെത്ര കെമിക്കൽ രഹസ്യങ്ങളാകും ഇനിയും ഒളിഞ്ഞിരിപ്പുണ്ടാവുക. അടുത്ത തവണ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സയൻസ് കൂടി ഒന്ന് ഓർത്തു നോക്കൂ.